തൃശൂരിൽ രാത്രിപൂരം പുരോഗമിക്കുകയാണ്. രാത്രിയിലും ആവേശം ചോരാതെ വൻ ജനത്തിരക്കാണ് പൂരനഗരിയിലുള്ളത്. പകൽ സമയത്തെ ചടങ്ങുകളുടെ ആവർത്തനമാണ് രാത്രിയും നടക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ലെവിൻ കെ വിജയന്റെ റിപ്പോർട്ടിലേക്ക്. അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലൊരുക്കിക്കൊണ്ടാണ് തൃശ്ശൂർ പൂരം ഇന്ന് ഇവിടെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. നാളെ ഉപചാരം ചൊല്ലി പിരിയുന്നതടക്കമുള്ള പകൽപൂരം ഉണ്ടെങ്കിൽ പോലും ആ പൂരത്തിൻ്റെതായിട്ടുള്ള പ്രധാന ദിവസം ഇന്നാണ്. ആ പൂരം ആവേശത്തോടു കൂടിയാണ് തൃശ്ശൂരിലെ പൗരാവലി പൂരപ്രേമികളാകെ ഒന്നാകെ ഏറ്റെടുത്തത്. ഈ സമയം കഴിഞ്ഞിട്ടും ആ പൂരാവേശത്തിൻ്റെ തിരക്കും ആവേശവും ഒക്കെ നമുക്ക് കാണാം. വലിയ ആൾക്കൂട്ടമായിരുന്നു പൂരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. ഇന്ന് രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയ സമയം മുതൽ പൂരം വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഏറ്റെടുത്തത്. ആ കുടമാറ്റത്തിൻ്റെ ഒരു സമയദൈർഘ്യത്തിൻ്റെ കുറവ്, വെടിക്കെട്ട് ഒഴിവാക്കിയത് ഒഴിച്ചു നിർത്തിയാൽ പതിവ് പൂരങ്ങളുടെ ആഘോഷത്തോടു കൂടി അല്ലെങ്കിൽ അതേ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഇത്തവണ പൂരത്തിൻ്റെ പങ്കാളികളായത്. അത്തരത്തിൽ ആളുകളെ സംബന്ധിച്ചുകൊണ്ട് ഇതൊരു അനുഭൂതിയാണ്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അടക്കമുള്ള ആളുകൾ പൂരം കാണാൻ ഇത്തവണയും പതിവ് പോലെ എത്തി. ചേട്ടാ, ഇത്തവണത്തെ പൂരം ചില പകിട്ടൊക്കെ കുറവുണ്ടായിരുന്നു, പക്ഷേ ആ പൂരാവേശം അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കുടമാറ്റത്തിന്റെയൊക്കെ സമയം കുറച്ചത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയോ? കുടമാറ്റത്തിന് സമയം നമ്മുടെ ആ ആവേശം വരുമ്പോഴേക്കും കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിഷമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു. കുറച്ചാളുകളുണ്ട്, അവരോട് വലിയ ചൂടും കാലാവസ്ഥയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മറികടന്ന് പൂരം ആസ്വദിക്കാൻ കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞു. കുടമാറ്റത്തിന്റെ സമയം കുറച്ചതോ പ്രശ്നമായി തോന്നിയോ? ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. തൃശ്ശൂർക്കാരാണോ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ പൂരം? പൂരം കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു പൂരം. ഇത്തിരി എത്താൻ വൈകി, കുടമാറ്റം കാണാൻ പറ്റിയില്ല. കുടമാറ്റത്തിന്റെ സമയം കുറച്ചൊരു പ്രശ്നമായി തോന്നി. ദുരന്തത്തിന്റെ സാധ്യത അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ. പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഇലഞ്ഞിത്തറ മേളം അടക്കമുള്ള പ്രധാനപ്പെട്ട പൂരച്ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് മുതൽ പിന്നീട് കുടമാറ്റം വരെയുള്ള സമയങ്ങളിൽ ഒരു പരാതികളോ ഒരു പരിഭവങ്ങളോ ഇല്ലാതെ തന്നെ അതിൻ്റെ സംഘാടനം ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടന്നു എന്നുള്ളതാണ്. ഇനി ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് ഉണ്ടാവില്ല. അതിനു പകരം ആചാരപരമായി കതിന പൊട്ടിച്ചുകൊണ്ട് ആ വെടിക്കെട്ട് സമയത്ത് ഒരു ആചാരപരമായുള്ള കാര്യങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ നടക്കാൻ പോകുന്നത് പകൽപൂരമാണ്. ആ പകൽപൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളുണ്ട്, രാത്രി പൂരങ്ങളുടെ വരവുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ പൂരം അതിൻ്റെ കെട്ടിലും മട്ടിലും പകിട്ടൊട്ടും നഷ്ടപ്പെടാതെ ആഘോഷങ്ങൾ ഒഴിവാക്കി ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആവേശകരമായി പൂരം നടന്നു. ഇനി പകൽപൂരത്തിനായി കാത്തിരിക്കാമെന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.